നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തിപ്പടർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ എങ്ങുമെങ്ങും എത്താതെ ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോഴും വലിയ സങ്കീർണതയായി നിലനിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT ഏതാണ്ട് 11ഓളം അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പലരും കുറ്റപത്രം പോലും SITക്ക് കോടതിയിൽ സമർപ്പിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT പ്രതി ചേർത്ത മുരാരി ബാബു സ്വാഭാവിക ജാമ്യം തേടി പുറത്തുപോയി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിക്കാത്തതിന്റെ പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും ജാമ്യം കിട്ടിയത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റൊരു കേസ് കൂടിയുള്ളതിനാൽ പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. ഈ ഫെബ്രുവരി 2-ാം തീയതി അതിന്റെ കാലാവധിയും തീരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനു മുൻപും SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ കേസിലെ മറ്റൊരു പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ കൂടി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. ഇന്നിപ്പോൾ സുധീഷ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി അദ്ദേഹം ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT നടത്തുന്ന അന്വേഷണം എങ്ങുമെങ്ങും എത്താതെ നിൽക്കുന്നു. തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സന്ദർഭത്തിൽ ED ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നു. അന്വേഷണം വിവിധ മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാർ ഏതാണ്ട് 10 വർഷം പൂർത്തിയാക്കാൻ 2 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് ഇന്നലെ അവതരിപ്പിക്കുന്നത്. കേരളത്തിന്റെ സമഗ്ര മേഖലയിലും സമഗ്ര പുരോഗതി വിഭാവനം ചെയ്തുകൊണ്ട് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും വാരിക്കോരി ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കലും നടപ്പാക്കാൻ സാധിക്കാത്ത വാഗ്ദാനങ്ങളുടെ പെരുമഴ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് ഇന്നലെ പിണറായി വിജയന് വേണ്ടി ധനമന്ത്രി അവതരിപ്പിച്ചത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് EDയുടെ സമഗ്ര അന്വേഷണം ഊർജ്ജസ്വലമായി നടക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഏതു വിധേനയും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തുകൊണ്ടാണ് വമ്പന്മാരിലേക്ക് എത്തുവാൻ SIT മടിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം വന്നതോടുകൂടി പിണറായി വിജയൻ വെട്ടിലായിരിക്കുന്നു. കാരണം ബജറ്റ് അന്വേഷണത്തിന് മുൻപ് അല്ലെങ്കിൽ ബജറ്റ് അവതരണത്തിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ബജറ്റ് ആ അറസ്റ്റിൽ മുങ്ങിപ്പോകും എന്ന് പിണറായി വിജയൻ അറിയാമായിരുന്നു. കാരണം 3.0 ഒരു തുടർഭരണം നേടുന്നതിന് വേണ്ടി ഈ ബജറ്റ് അവതരണം മാത്രമാണ് ഇനി അവസാന കച്ചിത്തുരുമ്പ് എന്ന് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് തന്നെ ബജറ്റ് അവതരണത്തിന് മുൻപ് ഒരു കാരണവശാലും ഒരു അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ ശഠിച്ചിരുന്നത്. ശ്രീനിവാസൻ സിനിമയിലെ പഴയ ഒരു സംഭാഷണം ഓർത്തുകൊണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ തല, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന രീതിയിൽ കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോഴത്തെ പിണറായി വിജയന്റെ അവസാന ബജറ്റ് അവതരണത്തിന്റെ വിശദാംശങ്ങളും ബജറ്റിന്റെ ഗുണപരമായ കാര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്യണം എന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയൻ ആഗ്രഹിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SITയുടെ അറസ്റ്റ് അതുവരെയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പിണറായി വിജയന്റെ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് വൈകുന്നത്. പലരുടെയും അറസ്റ്റ് വൈകുന്നത് SITയുടെ ഭാഗത്തു നിന്നും ഈ ഒരു അറസ്റ്റ് വൈകുന്നതിനുള്ള കാരണം ഇത് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ഇനിയും പിടിച്ചു നിൽക്കാൻ പിണറായി വിജയന് സാധിക്കില്ല. കാരണം കോടതിയുടെ ഇടപെടലുകൾ അതിരൂക്ഷമായി ഉണ്ടാവുന്നു. SITയെ അതികഠിനമായ ഭാഷയിൽ കോടതി വിമർശിക്കുന്നു. ഈ തരുണത്തിലാണ് 2018-19 കാലഘട്ടത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനുമായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT എത്തും എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ചാവേറിനെ പിണറായി വിജയൻ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അഥവാ ഒരു ചാവേറിനെ SITക്ക് മുന്നിൽ ഇട്ടുകൊടുത്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ കുറച്ചു നാളത്തേക്കെങ്കിലും കഴിയുന്നത്ര 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും സംരക്ഷിച്ചു നിർത്തി കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ചില ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT നടൻ ജയറാമിനെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ശബരിമലയിൽ നിന്നും എടുത്തുകൊണ്ടുപോയ സ്വർണ്ണ പൂശാൻ എന്ന വ്യാജേന കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ജയറാമിന്റെ വീട്ടിൽ ജയറാമിന്റെ പൂജാമുറിയിൽ ദർശനത്തിന് വച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വീരമണി അടക്കമുള്ള ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. അവിടെ ഒരു പൂജാ ചടങ്ങ് പോലെ അത് നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അത് കൂടെ ഉണ്ടായിരുന്ന കാർമ്മികർക്കുമെല്ലാം ദക്ഷിണ കൊടുത്തതായും ജയറാം അന്ന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു.
എന്നാൽ ഇതിന്റെ പുറകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ള അടുത്ത സൗഹൃദത്തെ മുതലെടുത്തുകൊണ്ട് ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട ഇടപാടുകളുണ്ടോ, ജയറാമിൽ നിന്നും സാമ്പത്തികമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും തരത്തിൽ ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ജയറാമിന്റെ വീട്ടിൽ വച്ചതുമായി നടത്തിയ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം SITക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നീങ്ങേണ്ടതായി വന്നു. അങ്ങനെ ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി SIT കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലെത്തുന്നു, ചോദ്യം ചെയ്യുന്നു. ഇത് തന്നെയാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത്. കാരണം കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് വൈകിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ വേണ്ടി മറ്റൊരു ഉയർന്ന വ്യക്തിത്വമുള്ള ഒരു സെലിബ്രിറ്റിയെ തന്നെ SITയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ള വഴിതിരിച്ചു വിടുവാൻ സാധിക്കും. CPMലേക്ക് എല്ലാ വിരലുകളും സ്വർണ്ണക്കൊള്ളയുമായി നീണ്ടു നിൽക്കുമ്പോൾ അതിനെയെല്ലാം മുനയൊടിക്കുന്നതിന് വേണ്ടി ജയറാമിന്റെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് സാധ്യമാകും എന്ന് പിണറായി വിജയൻ കണക്കാക്കി അങ്ങനെ കള്ളക്കരു നീക്കി എന്ന് തന്നെയാണ് ഇപ്പോൾ പല സാമൂഹ്യ മാധ്യമങ്ങളിലും ഉയർന്ന കിംവദന്തികൾ, അഭിപ്രായഗതികൾ ഇത് തന്നെയാണ്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു തരത്തിലും അറിവില്ല എന്നും കഴിഞ്ഞ 50 വർഷമായി ശബരിമലയിൽ ദർശനത്തിന് പോകുന്ന ഒരു അയ്യപ്പ ഭക്തൻ എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയമുണ്ടെന്നും ശബരിമലയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും അങ്ങനെ ഒരു സൗഹൃദമുണ്ടെന്നും അങ്ങനെ ഒരു നാളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിളി വരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും ശബരിമലയിലെ ശ്രീകോവിലിന്റെ കട്ടിൽപ്പടിയുമെല്ലാം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പണികൾ തീർന്നു, നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. താല്പര്യമുണ്ടെങ്കിൽ താങ്കളുടെ വീട്ടിലെ പൂജാമുറിയിൽ അത് വയ്ക്കാം, ദർശനത്തിന് അതവിടെ വെച്ചൊരു പൂജ നടത്താം എന്നൊക്കെ പറഞ്ഞു എന്നാണ് ജയറാം മൊഴി നൽകിയത്. അങ്ങനെ ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അയ്യപ്പൻ നൽകിയ മഹാഭാഗ്യമായി അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങൾ തന്റെ വീട്ടിലെ പൂജാമുറിയിൽ ദർശനത്തിന് വയ്ക്കുവാനും അവിടെ വച്ചൊരു പൂജ നടത്തുവാനും തനിക്ക് അയ്യപ്പൻ നൽകിയ ഭാഗ്യമാണെന്ന് കരുതി അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ ക്ഷണം സ്വീകരിച്ചു. അവർ വീട്ടിൽ വന്ന് പൂജ നടത്തി. അവരെന്തോ ചെറിയ ദക്ഷിണയും വാങ്ങിപ്പോയി എന്നുള്ളൊരു മൊഴി ജയറാം നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT അറസ്റ്റുമായി എത്തും, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യും. അതിനൊടുവിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യും. അത് CPMന്റെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയസാധ്യതയെ ഇല്ലാതെയാക്കും. അല്ല എന്നുണ്ടെങ്കിൽ 3.0 തുടർഭരണം എന്നുള്ള പിണറായിയുടെ സ്വപ്നത്തെ പാടെ തകർക്കും, മുച്ചൂട് മുടിക്കും എന്ന് കണ്ടറിഞ്ഞ പിണറായി SITയിൽ സമ്മർദ്ദം ചെലുത്തി തന്നെയാണ് ഇപ്പോൾ ജയറാമിന്റെ അടുത്തേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും വിട്ടത് എന്നാണ് കിംവദന്തികൾ ഉയരുന്നത്. അതെന്ത് തന്നെയായാലും SIT ജയറാമിനെ ചോദ്യം ചെയ്തു. ജയറാം പഴയ പല്ലവി തന്നെയാണ് SITയോട് പറഞ്ഞത്, എനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി മറ്റു തരത്തിൽ യാതൊരു ബന്ധവുമില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളരെ നാളുകളായി അറിയാം. എന്നാൽ ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി ജയറാമിന്റെ വീട്ടിൽ പ്രദർശനത്തിന് അല്ലെങ്കിൽ പൂജയ്ക്ക് വയ്ക്കുന്നതിന് മുമ്പ് ജയറാം അത് അന്വേഷിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയറാമിനെതിരെ കേസ് ഉണ്ടാവുകയാണെങ്കിൽ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ജയറാമിനെ കേസിൽ പ്രതി ചേർക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജയറാമിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളിയും അതുപോലെ ശബരിമലയിലെ ശ്രീകോവിലിന്റെ കട്ടളപ്പടിയുമെല്ലാം പലയിടങ്ങളിലും പ്രദർശനത്തിന് വച്ച് വൻതുകകൾ അവരിൽ നിന്നെല്ലാം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കേസ് കൂടിയുണ്ട്. അങ്ങനെ ഒരു ആരോപണം നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ ജയറാമിന്റെ വീട്ടിൽ ഇത് പ്രദർശനത്തിന് വെച്ച് ജയറാമിൽ നിന്നും വൻ സാമ്പത്തികം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി നടക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ജയറാം SITക്ക് നൽകിയ മൊഴി. എന്ത് തന്നെയായാലും പിണറായി വിജയന്റെ ആ പ്ലാൻ, അതായത് ഒരു VIP SITക്ക് മുന്നിലിട്ട് കൊടുത്ത് അറസ്റ്റ് ചെയ്യിപ്പിച്ച കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റിൽ നിന്നും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ള പ്ലാൻ SIT പൊളിച്ചടക്കിയിരിക്കുന്നു. ഹൈക്കോടതി അത് നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജയറാമിനെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ SIT എത്തിച്ചേർന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് പിണറായി വിജയന്റെ കാരണത്ത് കിട്ടിയ വലിയ അടി തന്നെയാണ്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT എത്തുന്നു. അത് അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകും. അതിനു മുമ്പ് വീണ്ടും ബെല്ലാരിയിലെ റോത്തം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിയെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നാണ് അറിയുന്നത്. EDയും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 12 പേർക്ക് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിയമോപദേശം കിട്ടിയിരിക്കുന്നു. അതിൽ കടകംപള്ളിയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച ED വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യും. അങ്ങനെയെങ്കിൽ ആ ചോദ്യം ചെയ്യലിനൊടുവിൽ കടകംപള്ളി അറസ്റ്റിലാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുമ്പായിക്കൊണ്ട് PS പ്രശാന്തിനെ, അതായത് 2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ SITക്ക് മുന്നിൽ അറസ്റ്റിന് വേണ്ടി ഇട്ടുകൊടുത്തുകൊണ്ട് കടകംപള്ളിയെ രക്ഷിക്കാൻ വേണ്ടി പിണറായി ശ്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന ആരോപണങ്ങൾ. എന്നാൽ PS പ്രശാന്തൻ അറസ്റ്റിലാവുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ
വാസവൻ അത് വലിയ കുടുക്കാകും. അതുകൊണ്ട് ഏത് തരത്തിലും ഇത്തരത്തിലൊരു ഊരാക്കുടുക്കിൽ നിന്നും തലയൂരുന്നതിന് വേണ്ടി എന്താണ് മാർഗം എന്നാണ് പിണറായി വിജയൻ അന്വേഷിക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ SIT ഇനിയും യാതൊരു തരത്തിലും സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് പുറത്തു വരുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.